ദൈവികതയുടെ പേരിലും തെറ്റിദ്ധാരണയുടെ പേരിലും ഒത്തിരി മരങ്ങൾ വീടിന്റെ പരിസരങ്ങളിൽ നിന്നും മുറിച്ചു കളയുന്നു. അതിന്റെ ശാസ്ത്രീയ അടിത്തറ എന്താണ്? ശാസ്ത്രീയത ഉണ്ടോ എന്ന് പറയുമ്പോൾ അതിന് പല കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. കൂടുതൽ ഓക്സിജൻ എന്നുവെച്ചാൽ പ്രാണവായുവിനെ പുറത്തേക്ക് വിടുന്ന വൃക്ഷങ്ങൾ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ശാസ്ത്രീയത. പിന്നെ നെഗറ്റീവ് എനർജിയെക്കുറിച്ച് ശാസ്ത്രീയമായിട്ടുള്ള പുരാതന ഋഷിമാർ കുറേ കാര്യങ്ങളെക്കുറിച്ച് ഗവേഷണം ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നെഗറ്റീവ് എനർജി വരുന്നത് എന്ന് വെച്ചാൽ സൂക്ഷ്മമായിട്ട് പറഞ്ഞാൽ ഉപബോധ മനസ്സ് സർഫസ് ചെയ്യുന്ന പുറത്തേക്ക് വരുന്നതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിലെ പ്രാണവായുവിൻ്റെ അളവ് കുറയുകയോ അവിടെ അശുദ്ധവായുവിൻ്റെ അളവ് കൂടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ഉപബോധ മനസ്സിൻ്റെ പുറത്തേക്കുള്ള വരവിനുള്ള സാധ്യത കൂടും. അതുകൊണ്ട് ചില വൃക്ഷങ്ങളുടെ ചുവട്ടിലിരിക്കുമ്പോൾ ബാധ വരുന്നത് പോലെയും നമ്മൾ അസാധാരണമായ രീതിയിൽ പെരുമാറുകയും ഒക്കെ ചെയ്യും. അങ്ങനെയുണ്ട്. ഇതെല്ലാം തന്നെ നമ്മൾ നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുള്ളതാണ് നമ്മുടെ മുൻഗാമികൾ. അതിനനുസരിച്ചാണ് ഓരോ വൃക്ഷങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴ് ഓർമ്മശക്തിക്ക് ഉതകുന്ന തരത്തിൽ വായുവിനെ പുറത്തേക്ക് പ്രാണവായുവിനെ നൽകുന്നത്, ഊർജ്ജസ്വലത വർദ്ധിപ്പിക്കുന്നത്, യൗവനം നിലനിർത്തുന്നത്. ഇപ്പോൾ പൂക്കളുടെ ഗന്ധം തന്നെ എടുത്താൽ മുല്ലപ്പൂ യൗവനം വർദ്ധിപ്പിക്കും. അങ്ങനെ ഓരോ പൂക്കൾക്ക് പോലും ഓരോ പ്രാധാന്യമുണ്ട്. അതുപോലെ വൃക്ഷങ്ങൾക്കും ഇതേ പ്രാധാന്യമാണ്. ഇലഞ്ഞിപ്പൂക്കളുടെ പ്രാധാന്യമല്ല ഒരു മനുഷ്യ മനസ്സിനും ശരീരത്തിനും നൽകുന്നത് മുല്ലപ്പൂക്കൾ. അങ്ങനെ ഓരോന്നിനും ഓരോ പ്രത്യേകതയുണ്ട്. തുളസിക്ക് അതിൻ്റെ പ്രത്യേകത, തുളസിയുടെ ഇടയിൽ ജീവിച്ചാൽ വരുന്ന പ്രത്യേകത, ഇങ്ങനെയൊക്കെ പലതുണ്ട്. ഈ തുളസി കാടുകൾക്കിടയിൽ ശവം കുഴിച്ചിട്ടാൽ അത് ശവം ചീഞ്ഞു പോവുകയില്ല എന്ന് പോലുമാണ് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ ശാസ്ത്രീയത മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇതെല്ലാം വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിച്ചിരുന്നത്. ഇന്നിപ്പോഴ് ദൈവികത വർദ്ധിപ്പിക്കാനുള്ള വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുക എന്നതിനേക്കാൾ ഉപരി ദൈവികത കൂടുതലുള്ള എന്ന് വെച്ചാൽ ശുഭകരമായ ഊർജം, ക്രിയാത്മകമായ ഊർജം കൂടുതൽ തരുന്ന വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കാതിരിക്കാനാണ് നോക്കുന്നത്. അഥവാ ഉള്ളതിനെ മുറിച്ചു കളയാനാണ് നോക്കുന്നത്. കാരണം ഞങ്ങളോ പവിത്രരല്ല. പിന്നെ ഞങ്ങൾക്ക് ഈ പവിത്രമായ വൃക്ഷം ഇവിടെ നിന്നാൽ ആ പവിത്രത ഞങ്ങളുടെ ജീവിതത്തിൽ സൂക്ഷിക്കാനാവാത്തതിനാൽ ഞങ്ങൾക്ക് ദോഷം വരുമോ എന്നുള്ള ചിന്തയാൽ ആ പവിത്രമായ വൃക്ഷത്തെ വെച്ച് വെട്ടി നശിപ്പിക്കുന്ന ഒരു സമ്പ്രദായമാണ് കാണുന്നത്. ഇലഞ്ഞി നിന്നാൽ അവിടെ പവിത്രമായി സൂക്ഷിക്കേണ്ടി വരും എന്നൊരു വിശ്വാസവും ജ്യോത്സ്യന്മാരും മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളും കൂടി തലയിലിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കിതിന് അനുസരിച്ച് പവിത്രത സൂക്ഷിക്കാൻ ഒക്കെയില്ലല്ലോ. അതുകൊണ്ട് തന്നെ പവിത്രമായ വൃക്ഷം ഇവിടെ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ദോഷം വരുത്തിയാലോ, ഞങ്ങളുടെ പവിത്രത ഇല്ലായ്മയാൽ അങ്ങനെ ദോഷം വന്നാലോ എന്ന് ചിന്തിച്ചിട്ട് മുറിച്ചു കളയുന്നവരാണ് ഭൂരിപക്ഷം പേരും. അപ്പോഴതിന് പരിഹാരവും പറഞ്ഞു കൊടുക്കും. ഞങ്ങൾക്ക് എന്നാൽ ഇതൊന്നും സൂക്ഷിക്കാനൊക്കെ ഇല്ല. ഈ കാവൊഴിപ്പിക്കുക, വീട്ടിലെ കൊച്ചു കൊച്ചു ദേവതാരാധനകൾ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇതും. അപ്പോഴവർ ചോദിക്കും, ജ്യോതിഷിയോട് ചോദിക്കും എന്തെങ്കിലും പരിഹാരമുണ്ടോ. അപ്പോഴവർ പറഞ്ഞു കൊടുക്കുന്ന പരിഹാരം ഏതാണോ അത് ചെയ്തുകൊണ്ട് ഒഴിപ്പിക്കുമ്പോൾ അവിടുന്ന് മാറ്റി, അല്ലെങ്കിൽ അത് വൃക്ഷം മുറിച്ച് കളയുക. ഇപ്പോൾ മണ്ണാറശാലയിൽ പോയി അമ്മയോട് ചോദിക്കും, പണ്ടൊക്കെ എങ്ങനെയായിരുന്നു, ഈ മരം മുറിക്കാമോ, ദോഷമുണ്ടോ ഇല്ലേ. ഇവിടെ അമ്മ മുറിക്കാമെന്ന് പറഞ്ഞാൽ മുറിച്ചു. അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ജ്യോത്സ്യന്മാരുടെ അടുക്കൽ വന്ന് ചോദിക്കും മുറിക്കാമോ ഇല്ലേ. അതിന് നമ്മൾക്കൊരു ധാർമ്മിക വശവും കൂടി വേണം ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ. അതുപോലെ തന്നെയാണ് കുളം നികത്തുന്ന കാര്യങ്ങളും. ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ആളുകൾ. ഒരു ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇത്തരം ചോദ്യങ്ങളുമായിട്ട് വന്നവരായിരുന്നു ഉണ്ടായിരുന്നത്. ഏകദേശം 2000-ന്റെ ആദ്യഘട്ടങ്ങളിൽ 2010 വരെയുള്ള സമയങ്ങളിലാണ് ഒരുവിധപ്പെട്ട പ്രധാനമായ പവിത്ര വൃക്ഷങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞത്, ദേവവൃക്ഷങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞതും കുളങ്ങൾ നികത്തിയതുമെല്ലാം. കാരണം അവർക്കതൊരു പ്രാകൃതത്വമായിട്ട് തോന്നുമായിരുന്നു. ഇപ്പോഴത് വളരെ കുറഞ്ഞിട്ടുണ്ട്. കാരണം ഇനി മുറിക്കാനൊന്നും മരങ്ങളൊന്നും അങ്ങനെയുള്ളതൊന്നും അപൂർവ വൃക്ഷങ്ങളെല്ലാം ഇല്ലാതായിട്ടുണ്ട്. മറ്റൊന്ന് കുളങ്ങളൊന്നുമില്ല. ഓരോ വീട്ടിലും 3 കുളങ്ങൾ വരെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ 3-ന് 3 പേരുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള കുളങ്ങളെല്ലാം തന്നെയും ഇല്ലാതായിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത്തരം ചോദ്യങ്ങളുടെ ആവശ്യകതയും ഇല്ലാതായി. അപ്പോൾ ഇവിടെ വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. അതിൽ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇലഞ്ഞി, കൂവളം, പിന്നെ കണിക്കൊന്ന എന്നിങ്ങനെയുള്ള വൃക്ഷങ്ങളാണ്. ആലും ഒക്കെ വെട്ടിയിട്ടുണ്ട്. അങ്ങനെ ആല് പിന്നെ പൊതുവായിട്ട് പല വിഭാഗീയത ചിന്തിക്കുന്നവർ ഉണക്കുകയും ഒക്കെ ചെയ്തിട്ട് അങ്ങനെയുള്ളതും എൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട് വിഷയങ്ങൾ. പലതരത്തിൽ നശിപ്പിക്കുക ആളുകൾ. കാരണം പവിത്രതാ സങ്കല്പം, അങ്ങനെയുള്ള ശോഭനീയമായ സങ്കല്പങ്ങൾ ഉണരാനിടയാവാതിരിക്കാനും ശ്രദ്ധിക്കുന്നവരും ഉണ്ടല്ലോ. അത് ഇലഞ്ഞിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തണുപ്പ് തരും.
അതേപോലെ തന്നെ ഇലഞ്ഞിപ്പൂവിൻ്റെ ഗന്ധം. ഇലഞ്ഞിപ്പൂവ് ബോധാതീതത്വത്തിലേക്കുള്ള വഴി തുറക്കുന്നത്. കാരണം തമിഴിൽ പറയും മകിഴ മരം എന്ന് പറയും. മകിഴ് അല്ലെങ്കിൽ മകിഴം എന്ന് പറയും. മകിഴ മരമാണ് ഇലഞ്ഞി. ഇലഞ്ഞിയുടെ ചുവട്ടിലാണ് ഏറ്റവും കൂടുതൽ ധ്യാനത്തിന് ശുഭകരമായിട്ടുള്ളത്. ശൈവസിദ്ധന്മാരുടെ സമ്പ്രദായങ്ങളിലും അത് ഏറ്റവും കൂടുതൽ പറയും. അഗസ്ത്യനാടിയിലും ഏറ്റവും കൂടുതൽ ധ്യാനത്തിനായി സൂചിപ്പിക്കുന്നത് ഇലഞ്ഞിയാണ്. ആൽമരം ഏറ്റവും നല്ലതാണ്. ആല് പോലെ തന്നെ പവിത്രമായിട്ടുള്ളതാണ് ഇലഞ്ഞി. ഈ കാലയളവിൽ ഇലഞ്ഞിക്കുള്ള സാധ്യത ഒത്തിരി കൂടുതലാണെന്നാണ് അഗസ്ത്യനാടിയിലെ ജീവനാടിയൊക്കെ നോക്കുമ്പോൾ തന്നെ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അതിൽ പിന്നിലാണ്, അതിൻ്റെ പിന്നിലാണ് കൂവളത്തിന് പോലുള്ള പ്രാധാന്യം വരുന്നത്. ധ്യാനത്തിന് ഏറ്റവും കൂടുതൽ വിശേഷം ഇലഞ്ഞി തന്നെയാണ്. മകിഴമരം എന്ന് എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ മകിഴമരം എവിടെയും വെച്ചുപിടിപ്പിക്കേണ്ട. ബോധത്തിന്റെ അനന്തതയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെല്ലാം മകിഴമരത്തിന്റെ ചുവട്ടിൽ ധ്യാനം ചെയ്യേണ്ടതും അത് വെച്ചുപിടിപ്പിക്കേണ്ടതുമാണ്. അതിൻ്റെ കാറ്റ് ഏൽക്കുന്നത് തന്നെ വളരെ വിശേഷമാണ്. അതുപോലെ തന്നെ അരയാല്, പേരാലാണെങ്കിൽ വടവൃക്ഷം ഏറ്റവും കൂടുതൽ തണുപ്പ് തരുന്നതാണ്. അതും നമ്മളുടെ മനസ്സിന്റെ പ്രവർത്തനത്തെക്കാൾ ഉപരി ബോധാതീതത്തിലേക്കുള്ള യാത്രയ്ക്ക് ശക്തമായ വഴി തുറന്നു തരുന്ന ഒരു സാഹചര്യം ഒരുക്കുന്ന വൃക്ഷമാണ്. അതിൻ്റെ ചുവട്ടിലെ അന്തരീക്ഷം അതാ. നിങ്ങൾ പേരാലിൻ്റെ ചുവട്ടിൽ, അരയാലിനേക്കാൾ കൂടുതൽ പേരാലിൻ്റെ ചുവട്ടിൽ പോയി ധ്യാനത്തിലിരിക്കുമ്പോഴതറിയാം. അപ്പോൾ ജീവിതത്തിന്റെ ആത്യന്തികമായ ഭാവങ്ങളെ ഉണർത്തി സമഗ്രമായ ജീവിതത്തിന് വേണ്ടുന്നത് ധ്യാനമാണ് ജപത്തിനേക്കാൾ. അതിന് പ്രാധാന്യമുള്ള വൃക്ഷങ്ങളാണ് മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞ് വെട്ടിക്കളയാൻ ഇടയാക്കുന്നത്. അതിന് ജ്യോതിഷികൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യം, ഇതിൽ ചില ദേവതകൾ കാണും. അത് തെറ്റൊന്നുമല്ല. അതുകൊണ്ട് അവയെ ആരാധിച്ചില്ലെങ്കിൽ പ്രശ്നമാകും, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ജീവിച്ചാൽ അങ്ങനെ ജീവിച്ചാൽ പ്രശ്നമാകുമെന്ന് പറയുന്നതും ശരി തന്നെയാണ്. പക്ഷേ ജീവിതത്തിനെ അങ്ങനെ ക്രമപ്രവൃത്തമായി ചിട്ടപ്പെടുത്തിയിട്ട് കൂടുതൽ നന്മയിലേക്ക് പോകേണ്ടത് ആഗ്രഹിക്കേണ്ടതിന് പകരം ജനം ഇപ്പോൾ നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത് പ്രാകൃതമായ ശൈലിയിൽ തുടരുക തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിലും ശ്രേഷ്ഠതയിലേക്ക് നയിക്കാൻ പറ്റിയ വൃക്ഷങ്ങളൊന്നും ഞങ്ങൾക്ക് പാടില്ല. ഞങ്ങൾ എപ്പോഴോ ഉറങ്ങി, എപ്പോഴോ എഴുന്നേറ്റ്, എപ്പോഴോ എന്തൊക്കെയോ കഴിച്ച്, എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി വഴക്കിട്ട് എല്ലാം അലങ്കോലപ്പെട്ട് ജീവിക്കുക. അതാണൊരു സുഖം എന്ന് പറയുന്ന ഒരു പ്രാകൃത സംസ്കാരത്തിലേക്ക് പോവുക. പണം ഉണ്ടാക്കുക, ആധുനിക സാഹചര്യങ്ങളും ഉപയോഗിക്കുക എന്നതിനപ്പുറത്തേക്ക് ജീവിതത്തിൻ്റെ ആത്യന്തികമായ സൂക്ഷ്മതയോ ജീവിതത്തിനെ ചിട്ടപ്പെടുത്തുന്നതിൻ്റെ മഹത്വമോ കൂടുതൽ ജീവിതത്തിനെ മഹത്തരമാക്കി നീങ്ങേണ്ടതിനെ കുറിച്ചോ ബന്ധങ്ങൾ കൂടുതൽ ഈടുറ്റതാക്കി പോകേണ്ടതിനെ കുറിച്ചോ ഒന്നും ചിന്തിക്കാത്ത സമൂഹത്തിന് ഇത്തരം കാര്യങ്ങളെല്ലാം ഭയത്തോടു കൂടിയായിരിക്കും കാണുന്നത്. അവരുടെ മനസ്സിൽ അങ്ങനെ വരൂ. അതുകൊണ്ട് തന്നെ അവർക്കനുസൃതമായി ജ്യോതിഷികളും പറഞ്ഞു വെച്ചു കൊടുക്കും, അത് വെട്ടിക്കളയുക. ഇതൊക്കെ നിന്നാൽ ഇങ്ങനെയാവണം. ചിലപ്പോൾ ചില കാര്യങ്ങളാൽ പറയുന്ന കേട്ടിട്ടുണ്ട്, ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ മാംസം കഴിക്കരുത്. 3 നേരവും മാംസഭക്ഷണത്തിലിരിക്കുന്ന ഒരാൾക്ക് അത് ഒഴിവാക്കാനൊക്കെ തരുന്ന ചൊവ്വ വെള്ളി ദിവസങ്ങൾ എങ്ങനെ ഒഴിവാക്കാൻ? അപ്പോഴവർ ഇതിന് കാരണമായിട്ട് നിൽക്കുന്നത് ഈ മരമാണെന്ന് പറഞ്ഞു വെച്ചു കൊടുത്താൽ ഉടനെ പറയുന്നാൽ അത് വെട്ടാൻ വെക്കുമോ? അപ്പോഴവർ പറയും അതിനൊരു പൂജ. ചിലർ പറഞ്ഞു കൊടുക്കും പൂജ നടത്തിയാൽ വെട്ടാം, അല്ലെങ്കിൽ ചില ക്ഷേത്രങ്ങൾ, മണ്ണാർശാല പോലുള്ള ക്ഷേത്രങ്ങളിൽ പോയി ഒന്ന് ചോദിക്കൂ എന്നൊക്കെ പറയും. നാഗസാന്നിധ്യം കൊണ്ട് വെട്ടിക്കളയുക. ഇതുപോലെയല്ല കേരളത്തിലെ മഹാകാവുകളെല്ലാം പോയത്. എന്നിട്ട് അവിടെ ഒരു അമ്പലം വയ്ക്കും. ആ പ്രദേശത്തെ അതുവരെയുള്ള എല്ലാ തണുപ്പും നശിപ്പിക്കും. വാട്ടർ ടേബിൾ, മണ്ണിനടിയിലെ ജലം നിന്നിരുന്ന ആ ലെവല് നശിക്കും. ഇതുപോലെയുള്ള കാര്യങ്ങൾക്കിടയാക്കും. അതുകൊണ്ട് ഇതൊന്നും നഷ്ടപ്പെടുത്തേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾക്ക് ശ്രേഷ്ഠതയാണ് വേണ്ടത്. നമ്മൾക്ക് എന്ന് വെച്ചാൽ മാംസഭക്ഷണം കഴിക്കാതായാലേ ശ്രേഷ്ഠതയാകൂ എന്ന് ഞാൻ മുമ്പേ മാംസഭക്ഷണ ശൈലിയെക്കുറിച്ച് പറഞ്ഞതിലൂടെ നിങ്ങൾ ധരിക്കേണ്ടതില്ല. അതിൽ കണിക്കൊന്ന ഏറ്റവും വിശിഷ്ടമാണ്. കർണികാരം എന്നാണ് കണിക്കൊന്നയുടെ സംസ്കൃതം. കർണികാരം നിൽക്കുന്നിടത്ത് തണുപ്പാണ്. അത് ഏറ്റവും കൂടുതൽ അന്തരീക്ഷത്തിലെ വിഷാംശത്തെ വലിച്ചെടുക്കുന്നു എന്നാണ്. കർണികാരത്തിൻ്റെ ഇല തൊട്ട് എല്ലാം തന്നെ ഔഷധമാണ്. കർണികാരം അഥവാ കണിക്കൊന്നയുടെ തൊലി എടുത്തിട്ടുള്ള കഷായമുണ്ട്, മരുന്നുകളുണ്ട്, ഒരുപാട് മരുന്നുകളുണ്ട്. അതൊക്കെ ശുദ്ധീകരിച്ചിട്ടൊക്കെ എടുക്കുന്ന മരുന്നുകളുണ്ട്. അതിൽ രഹസ്യ യോഗങ്ങളിലാണ് അത് വെച്ചിട്ടുള്ള പല മരുന്നുകളും പറഞ്ഞിരിക്കുന്നത്. പ്രത്യക്ഷ യോഗങ്ങൾ, സഹസ്രയോഗം പോലുള്ളതിനേക്കാൾ യോഗങ്ങൾ രഹസ്യമായിട്ടുള്ള പാരമ്പര്യ വൈദ്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. കണിക്കൊന്നയുടെ തളിരെടുത്തിട്ട് ഇത്ര മാസം കൂടുമ്പോൾ ഭക്ഷണമാക്കി, തീരെ തളിര്, വലിയ ഇലയ്ക്ക് വിഷമാണ്, മൂത്ത ഇലയ്ക്ക് വിഷമാണ്, തീരെ തളിരില എടുത്തിട്ട് ഭക്ഷണം ആക്കി പാചകം ചെയ്യുന്ന ഒരു രീതി എനിക്കുണ്ട്, ഞാൻ ചെയ്യാറുണ്ട്. അത് എങ്ങനെയാണെന്നുള്ളതുണ്ട്. അത് വളരെ ശ്രദ്ധിക്കണം. അത് അറിയാതെ ഉപയോഗിച്ചാൽ വയറ്റിളക്കമൊക്കെ വരുന്നതാണ്. അത് വളരെ ശ്രദ്ധയോടുകൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. അത് വയറ്റിലുണ്ടാകാവുന്ന ഒരു പിടി അസുഖങ്ങളെ ഇല്ലാതാക്കും.
പിന്നെ വിരശല്യം പോലുള്ളതൊന്നും ഉണ്ടാകാതിരിക്കും. ഇതിനൊക്കെയാണ് നമ്മളത് ചെയ്യുന്നത്. ഇതുപോലെ ഒരുപാട് ഗുണങ്ങളുള്ള ഈ വൃക്ഷങ്ങളെയൊക്കെ നമ്മൾ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമാണ്. ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ കണിക്കൊന്ന നഷ്ടപ്പെടുത്തിയിരിക്കുക, ഇലഞ്ഞിയെല്ലാം പോയി കഴിഞ്ഞു. അതുപോലെ ധാരാളം പാച്ചോറ്റി പോലുള്ള ഒരുപാട് കണ്ട് ഇപ്പൊ ഈ ഗ്രന്ഥങ്ങളിൽ പറയാതിരിക്കുന്ന പല വൃക്ഷങ്ങളെക്കുറിച്ചും ഞാൻ അറിയുന്നത് തന്നെ അഗസ്ത്യനാടിയിലുള്ള പലപ്പോഴുമുള്ള ഗവേഷണത്തിലൂടെയാണ്. പല വൃക്ഷങ്ങളുടെയും പ്രാധാന്യം വളരെ വലുതാണ്. ഒരുപാട് മഹത്തരമായ വൃക്ഷങ്ങളല്ല. അതുപോലെ കരിഞ്ഞോട്ട നിൽക്കുന്നിടത്ത് സർപ്പത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് പറഞ്ഞ ഒരുവിധപ്പെട്ടവരെല്ലാം വെട്ടിക്കളത്. അത് കുറെ 80കളിലേ അത് തുടങ്ങിയ ഒരു ഭ്രാന്ത. ഇപ്പോഴത്തെ ജ്യോത്സ്യന്മാരുടെ അടുക്കൽ കരിഞ്ഞോട്ടയും പറഞ്ഞ ആരും ചെല്ലുന്നില്ല. കാരണം കരിഞ്ഞോട്ടയെ കുറിച്ച് അറിയുകയുമില്ല, കരിഞ്ഞോട്ട എങ്ങനെ ഇല്ല താനും. കരിഞ്ഞോട്ട നിൽക്കുന്നിടത്ത് വളരെ വലിയ തണുപ്പാണ്. നമ്മളെപ്പോഴും ഒരു കരിഞ്ഞോട്ട നിന്നാൽ മതി, ആ പ്രദേശം തന്നെയും ശരിക്കും തണുക്കും. അതിന്റെ ഇലയുടെ പ്രത്യേകത തന്നെ ചിതലെടുക്കുകയില്ല. അതുകൊണ്ട് 4 കെട്ടുകളൊക്കെ പണ്ട് പണിയുന്ന സമയത്ത് അറയ്ക്ക് വേണ്ടുന്ന ഈ തടി ഭിത്തികൾ ഇറക്കി വയ്ക്കുന്ന കരിഞ്ഞോട്ട ഇല ഉണങ്ങിയത് വാരിയിട്ടെടുത്താൽ അത് നൂറ്റാണ്ടുകളല്ല ഒരിക്കലും ദ്രവിക്കാതെ ആ കരിഞ്ഞോട്ട ഇല അതിനടിയിൽ കിടക്കുകയും ചെയ്യും. അത് ചിതലെടുക്കത്തില്ല എന്നുള്ള പ്രത്യേകത ഉള്ളതുകൊണ്ട് ഇതുപോലുള്ള മഹത്തരമായ വൃക്ഷങ്ങളെല്ലാം ഈ അന്ധമായ രീതിയിലുള്ള കാഴ്ചപ്പാടും അത്തരം പ്രചരിപ്പിക്കലും കൊണ്ട് നശിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, വേറൊരു സുപ്രധാനമായ കാര്യം പറയാനുള്ളത്, ഇത് എഴുതി വയ്ക്കപ്പെട്ട ഗ്രന്ഥങ്ങളുടെ പഴക്കങ്ങൾ നോക്കുക. പ്രധാന പുരാതന ഗ്രന്ഥങ്ങളൊന്നും ഇതിൽ പറയുന്ന പല കാര്യങ്ങളും ഇല്ല. പിന്നീട് വന്നിരിക്കുന്നത് 200 വർഷം 300 വർഷം മലയാണ്മ മണിപ്രവാളം ഇതൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ശുദ്ധ മലയാളത്തിന്റെ കാലയളവിലുള്ള പുസ്തകങ്ങളാണ് പലതും എഴുതി വയ്ക്കപ്പെടുന്നത്, ശ്ലോക രൂപത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അത് പലപ്പോഴും ഇപ്പോൾ പ്രായോഗികമാകണമെന്നില്ല. കാരണം കാലാവസ്ഥ മാറി, ജീവിത സാഹചര്യം മാറി, എല്ലാം തന്നെ മാറി. ഈ ആയുർവേദ മരുന്നിന്റെ കാര്യം തന്നെ എടുക്കാം. കടുക്ക ചേരുന്ന അഭയാരിഷ്ടത്തില് കടുക്ക ഇത്രമാത്രം ചേർക്കണമെന്ന യോഗവിധിയിൽ എഴുതി വെച്ചിരിക്കുന്നത് ആചാര്യന്മാര്. എന്നാൽ പാരമ്പര്യ വൈദ്യന്മാര് വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് പറയുന്നുണ്ട് ആചാര്യൻ എങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നതെങ്കിലും കടുക്ക ഇത്രമാത്രം ചേർക്കാൻ പാടില്ല, അത് പുരുഷ ശരീരത്തിന് ഇത്രമാത്രം പ്രശ്നം ഉണ്ടാക്കും, വീര്യ ശോഷണത്തിനിടയാകും, അതുകൊണ്ട് കടുക്ക ഇത്രയേ ചേർക്കാവൂ. എൻ്റെയൊക്കെ മുൻഗാമികൾ അത് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ അതിപ്പോൾ അറിയാതെ ആധുനിക ആയുർവേദക്കാരെ, അവരുടെ പാരമ്പര്യം ഇല്ലാത്തവരൊക്കെ അത് പോയി പഠിച്ചിട്ട് യോഗം അനുസരിച്ച് കടുക്ക അങ്ങ് ചേർക്കും. അത് ഗുണമല്ല എന്ന് പറഞ്ഞ പോലെ ഓരോ കാലഘട്ടത്തിലും അതിനനുസൃതമായി മാറ്റങ്ങളെ വരുന്നതിനെക്കുറിച്ച് ഉൾക്കൊണ്ടിട്ടാണ് നമ്മുടെ മുൻഗാമികൾ പറഞ്ഞതെങ്കിൽ ആ രീതിയിൽ ഇപ്പോഴതിനെ പലതിനെയും കാണാവും. ഈ സാഹചര്യത്തിൽ ഏതൊക്കെ വൃക്ഷങ്ങളാണ് നമുക്ക് ഗുണകരം? നമ്മുടെ ശരീരഘടന ഒത്തിരി മാറിക്കഴിഞ്ഞു. ആയുർവേദത്തിൽ വിട്ടുമാറൻ അല്ലെങ്കിൽ വെട്ടുമാറൻ എന്ന് പറയുന്ന ഒരു ഗുളികയുണ്ട്. അതൊരു ഗുളിക കഴിക്കുമ്പോൾ തന്നെ പനി മാറും, വെട്ടി വിയർക്കും. അപ്പൊ അതാണ് വെട്ടുമാറൻ അല്ലെങ്കിൽ വിട്ടുമാറൻ എന്നൊക്കെ പറയുന്ന ഗുളിക. ഇപ്പൊ അത് 4 ചെന്നാലും ഫലമില്ലാത്ത ഒരു രീതിയിലേക്ക്, അതിന്റെ കൂട്ടിന്റെ വ്യത്യാസം, ഇൻഗ്രീഡിയൻസ്, ചേരുവയുടെ പ്രശ്നം, പിന്നെ രണ്ടാമത് അത് ചെന്നാലും അത് ഗുണമാകാത്ത വിധത്തിൽ ശരീരത്തിലേക്ക് അന്തരീക്ഷ മാലിന്യങ്ങളെല്ലാം കയറിയിരിക്കുന്ന, രാസമാലിന്യങ്ങൾ കയറിയിരിക്കുന്നതിന്റെ ഒരു വ്യത്യാസം, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മൾ മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. അതുപോലെ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന നോളജാണ് ഇനിയിപ്പോൾ ഇവിടെ ആവശ്യം തന്നെ. കാരണം അഗസ്ത്യനാടി ഞാൻ നോക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നത് ജ്യോതിഷത്തിന്റെ കാര്യത്തിൽ തന്നെയും പലതും പറഞ്ഞിരുന്നു. ഒരുപാട് അപ്ഡേഷൻ വരാനുണ്ട്. 3000-5000 വർഷം പഴക്കമുള്ള ഗ്രന്ഥങ്ങളുടെയൊക്കെ കാര്യം ഈ കാലചക്രത്തിൽ പലതും ഗുണകരമായിരിക്കുന്നതല്ല, അതിനാൽ മാറ്റം വരുത്തേണ്ടതുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഇതിനെയൊക്കെ ഉൾക്കൊള്ളുമ്പോൾ കാലോചിതമായിരിക്കാൻ ശ്രദ്ധിക്കുക.